ഗൈസ്, ഇത് അത്തച്ചമ്മയും വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തൊരു പോയി കാണണം കേട്ടോ. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ താഴത്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ പാർട്ട് 1 വീഡിയോ. അത്തച്ചമയത്തിന് ഇതേപോലെ തന്നെ പല പല കലാരൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല, തൃപ്പൂണിത്തുറ ഏരിയ അണ്ടറിൽ വരുന്ന സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ വക പിള്ളേരുടെ പല പല കലാപരിപാടികളും കലാരൂപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അതൊന്നും എനിക്ക് സ്കൂളിൻ്റെയും കോളേജിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഫോണിൽ സ്റ്റോറേജ് ഉണ്ടായില്ല. പിന്നെ ഫോൺ അത്യാവശ്യം നല്ല ഹീറ്റായിരുന്നു കേട്ടോ. പിന്നെ ഈ കഥകളിയൊക്കെ വേഷമൊക്കെ കിട്ടി, എല്ലാ വേഷം കിട്ടിയും ഇങ്ങനെ ഓരോ കലാപരൂപങ്ങളൊക്കെ കിട്ടി നടന്നു പോകണവരൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് തന്നെ സത്യം പറഞ്ഞാൽ വെയിൽ കൊണ്ട് പറ്റണ്ടല്ലോ. ഇതൊരു 12:45 1 മണി സമയത്താണ് ഇത് ഇങ്ങനെ പോണത്. പിന്നെ ഈ ഡാൻസ് കളിച്ച ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എന്തായാലും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവർ അത്ര അടിപൊളിയായിട്ടാണ് കേട്ടോ കളിച്ചത്. കാരണം ആ പൊരിയാണി വെയിലത്ത് ആ കുടവും അവരുടെ തലയിലെ ബാലൻസ് ഒക്കെ ചെയ്തിട്ട് അവർ സെറ്റായിട്ട് കളിച്ചു കേട്ടോ. പിന്നെ കുറേ ഫ്ലോട്ടുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല കുറേ ഫ്ലോട്ടുകളുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ അത്തച്ചമയത്തിന് ഫസ്റ്റ് കിട്ടിയ ഫ്ലോട്ടാണ് കേട്ടോ. ഇതിൻ്റെ തീം പാഞ്ചാലി വസ്ത്രാക്ഷേപമാണ് കേട്ടോ ഇതിൻ്റെ തീം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി കേട്ടോ. എയറിൽ നിൽക്കുന്ന നോക്കിക്കേ ആ മനുഷ്യനത് എങ്ങനെ നിൽക്കുന്നുണ്ടെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇത് മുണ്ടക്കൈ വെടിക്കെട്ടപടത്തിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ കർഷകത്തിൻ്റെ അങ്ങനെ എന്തോ തീമിലുണ്ടായിരുന്നു. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാ ഫ്ലോട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത്തച്ചമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 3 മണി 3:30 എങ്ങാണ്ടൊക്കെ ആയി. 9 മണിക്ക് വീട്ടിൽ നിന്ന് അത്തച്ചമയം കാണാൻ വേണ്ടി ഇറങ്ങി ഞങ്ങളാട്ടോ. പൊരിയാണ് വെയിലാണ് ഗൈസ്, കുഴഞ്ഞു. അപ്പോൾ എന്തായാലും ബൈ ബൈ.